ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് വായനാദിന ക്വിസിൻ്റെ മോക്ക് ടെസ്റ്റ് ആണ്. ആ കസേര ആരുടേതാണ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? 2025 മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2025 മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സനാതനധർമ്മം എന്ന ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? മലയാളത്തിൽ നിന്ന് എത്ര പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? PN പണിക്കരുടെ ഓർമ്മയ്ക്കായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ്? 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എന്നാണ് PN പണിക്കർ ജനിച്ചത്? വായനാവാരം എന്നു മുതൽ എന്നുവരെയാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകമേള ഏതാണ്? കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ്? 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? PN പണിക്കരുടെ ജന്മസ്ഥലമായ നീലംപേരൂർ ഏത് ജില്ലയിലാണ്? 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ആരാണ്? കേരള ഗ്രന്ഥശാല ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉയരാം ഒത്തുചേർന്ന് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം ഏത് ജാഥയുടെ മുദ്രാവാക്യമായിരുന്നു? ഉപ്പായി മാപ്പിള എന്ന പ്രശസ്ത കാർട്ടൂൺ രചയിതാവ് ആരാണ്? എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക, ഇത് ആരുടെ വാക്കുകളാണ്? അധ്യാപക കഥകൾ എഴുതി പ്രശസ്തനായ സാഹിത്യകാരൻ ആരാണ്? ഏത് മലയാള സിനിമാ നടന്റെ പേരിലാണ് പുതിയ ലിപി പുറത്തിറക്കിയത്? ദേശീയ ലൈബ്രറിയൻ ദിനം എന്നാണ്? കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ്? എൻ്റെ കുമ്പളങ്ങി കഥകൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ജൂൺ 19 വായനാ ദിനമായാണല്ലോ ആചരിക്കുന്നത്. എന്നാൽ ലോക പുസ്തക ദിനം എന്നാണ്? ആരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്? മലയാള ചലച്ചിത്ര നടൻ മോഹൻലാലിന്റെ ജീവചരിത്രത്തിന്റെ പേര് എന്താണ്? മലയാള ചലച്ചിത്ര നടൻ മോഹൻലാലിന്റെ ജീവചരിത്രത്തിന്റെ പേര് എന്താണ്? ആരുടെ ജന്മദിനമാണ് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത്? വായിച്ചാൽ വിളയും വായിച്ചില്ലേൽ വളയും എന്ന് പറഞ്ഞത് ആരാണ്? ജൂൺ 19 ദേശീയ വായനാ ദിനമായി ആചരിക്കുവാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ബോണസ് ക്വസ്റ്റ്യൻ: പത്മഭൂഷൺ നേടിയ ആദ്യ മലയാള കവി ആരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ അറിയാവുന്നവർ വേഗം തന്നെ കമന്റ് ചെയ്യൂ. 30 ചോദ്യങ്ങളാണ് ഈ മോക്ക് ടെസ്റ്റ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യൂ. സ്കൂൾ തലത്തിൽ നടന്ന ക്വിസ് മത്സരത്തിൽ ജയിച്ചവരുടെ പേരും കമന്റായി രേഖപ്പെടുത്തൂ.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.